എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം. രാജൂസ് ബൈബിൾ ക്വിസിലേക്ക് അതിൻ്റെ 20ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് 12 ക്വസ്റ്റ്യനുകളുണ്ട്. ഇതിൽ 12 നിങ്ങൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ ആൻസർ ചെയ്ത് ബൈബിൾ വിജ്ഞാനം വലുതാക്കണമെന്നുള്ള ആശംസയോടുകൂടി നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു. ഒന്നാമത്തെ ചോദ്യം: പ്രാർത്ഥനയിൽ പോരാടിയ വ്യക്തി ആര്? ഉത്തരം എപ്പഫ്രാസ്. തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒരു സഭാ നേതാവിൻ്റെ പേരുണ്ട്. അതാ എപ്പഫ്രാസ്. അടുത്ത ചോദ്യം, മൂന്നാമത്തത്: കൊലോസ്യ ലേഖനം എഴുതിയത് ആരാണ്? പൗലോസും തിമോത്തിയോസും. പെരുന്നാൾ, ശബത്ത്, വാവ്, ആഹാരപദാർത്ഥങ്ങൾ എന്നുകൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്? ഉത്തരം വിധിക്കരുത്. 2:16. അടുത്ത ചോദ്യം: അവനിൽ നമുക്ക് എന്തിൻ്റെ വീണ്ടെടുപ്പുണ്ട്? ഉത്തരം പാപമോചനം. 1:14. എന്താണ് ദൈവവചനത്തിൻ്റെ മർമ്മം? ഉത്തരം ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. കൊലോസ്യർ 2:5-15 എന്ത്? ഉത്തരം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. 2:15. അടുത്ത ചോദ്യം: കൊലോസ്യ ലേഖനം ആർക്ക് വേണ്ടി എഴുതി? ഉത്തരം കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്തനുമായ സഹോദരന്മാർക്ക് വേണ്ടി എഴുതി. ഒമ്പതാമത്തെ ചോദ്യം: നിങ്ങളുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. എന്തിൽ ഉറ്റിരിപ്പാനാണ് അപ്പോസ്തലൻ പറഞ്ഞത്? 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പ്രാർത്ഥനയിൽ. 4:2. 11ാമത്തെ ചോദ്യം: യേശുവിൽ എന്ത് ഗുപ്തമായിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്? ഉത്തരം ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നു. ഈ ചോദ്യാവലിയുടെ അവസാനത്തെ ചോദ്യം: കൊലോസ്യ ലേഖനത്തിൽ അവസാനത്തെ വാക്യം എന്ത്? 12ാമത്തെ ചോദ്യം. ഉത്തരം എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ. 4ന്റെ അവസാനത്തെ വാക്യം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു വൺസ് അഗെയിൻ. Keep my story in sight. Street lights flicker on this endless trail. Each corner